നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശികൾക്കെതിരെയുള്ള നടപടിയെന്നാരോപിച്ച് ഗുജറാത്തിൽ ബുൾഡോസർ രാജ്. ഗുജറാത്തിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ ചെറുതും വലുതുമായി 8500 വീടുകൾ പൊളിച്ചു നീക്കി. നടപടി നേരിട്ടവരിൽ ഭൂരിഭാഗവും ആധാറും വോട്ടർ ഐഡിയുമുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു. ബംഗ്ലാദേശികളാണെന്ന് ആരോപിച്ച് ഒഴിപ്പിച്ചത് 10,000-ങ്ങളെ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ തെരുവിലായി. അഹമ്മദാബാദിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ചന്ദോള തടാകത്തിന് സമീപത്താണ് അനധികൃതമായി നിർമ്മാണമെന്നാരോപിച്ച ബുൾഡോസർ രാജ്. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ 2 മുറി കുടിൽ മുതൽ കോൺക്രീറ്റ് നിർമ്മിത വീടുകൾ ഉൾപ്പെടെ തകർത്തു. ഈ മാസം ആദ്യം തുടങ്ങിയ പൊളിക്കൽ നടപടിയുടെ 2ാം ഘട്ടമായി പൂർത്തിയാക്കുകയായിരുന്നു. വീടുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കിയതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ കിടപ്പാട നഷ്ടമായി തെരുവിലായി. റോഹിംഗ്യകളെയാണ് ഒഴിപ്പിച്ചത് എന്നാണ് അധികൃതർ അവകാശപ്പെടുമ്പോഴും ഭൂരിഭാഗം പേരും ആധാറും വോട്ടർ ഐഡിയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൗരന്മാരാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറഞ്ഞു. സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമായി. 50ഓളം JCBകളും ഹിറ്റാച്ചികളും ഉപയോഗിച്ചാണ് പൊളിച്ചത്. 3000ഓളം പോലീസിനെയും വിന്യസിച്ചിരുന്നു. 2.5 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തീർണം ഒഴിപ്പിച്ചതായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അറിയിച്ചു. തടാകത്തിന്റെ അടിത്തട്ടിന്റെ ആയം കൂട്ടുന്നതിനുള്ള ജോലികളും ആരംഭിച്ചു. ഭാവിയിൽ കയ്യേറ്റം തടയുന്നതിനായി പരിസരത്തിന് ചുറ്റും അതിർത്തി ഭിത്തിയുടെ നിർമ്മാണം ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു.